രാജയോഗ ശിബിരം എന്ന തീർത്ഥയാത്ര നമ്മൾ തുടരുകയാണ്. മോക്ഷത്തെക്കുറിച്ച്, മോക്ഷം എങ്ങനെ, ആർക്ക്, എപ്പോൾ കിട്ടും, ഈ രഹസ്യങ്ങളൊക്കെ കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ വളരെ കൃത്യമായി വ്യക്തമായി കണ്ടു. സൃഷ്ടിയുടെ സ്വഭാവം പുനരഭിജനനം, പുനരഭിമരണം, അതായത് ആവർത്തനം, നശിക്കാത്തതൊക്കെ തന്നെ ആവർത്തിച്ചു കൊണ്ടേയിരിക്കുകയാണ് എന്ന ഒരു സത്യത്തിലേക്ക് നമ്മൾക്ക് ഇത് മനസ്സിലാക്കാൻ സാധിക്കുകയാണ്. സൃഷ്ടിയുടെ ആവർത്തന സ്വഭാവത്തിൻ്റെ രഹസ്യം അതാണ് ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത്. നശിക്കാത്തതെല്ലാം ആവർത്തനമാണ്. സമയം ആർക്കും ക്രിയേറ്റ് ചെയ്യാൻ, അത് ഉണ്ടാക്കാൻ സാധ്യമല്ല. സമയത്തിനൊപ്പം ഓടി യാത്ര ചെയ്യുക, അല്ലെങ്കിൽ സമയത്തെ മാനേജ് ചെയ്തുകൊണ്ട് കൂടുതൽ സമയത്തെ നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കുക, അത്രേ കഴിയൂ. പക്ഷെ സമയം എന്നും ഉണ്ട്. ഇന്നലെയുണ്ട്, നാളെയുണ്ട്, ഇന്നുമുണ്ട്, തുടർന്നുകൊണ്ടിരിക്കും. ഈ സമയം അനാദിയാണ്, അവിനാശിയാണ്. സമയത്തിനെ ഒന്ന് ആലോചിച്ച് നോക്കൂ. ഒരു മിനിറ്റ് എന്ന് പറയുകയാണെങ്കിൽ അതിന് ചെറിയൊരു സൈക്കിളിൽ നമുക്ക് ഒരു വൃത്തം വരയ്ക്കാം. ഒരു 60 സെക്കൻഡ് ചേർന്നാൽ നമ്മളതിനെ ഒരു മിനിറ്റ് എന്ന് വിളിക്കും. അടുത്തൊരു സർക്കിൾ വരയ്ക്കുകയാണ്, 60 മിനിറ്റ് ചേർന്നാൽ നമുക്കതിനെ ഒരു മണിക്കൂർ എന്ന് വിളിക്കാം. അടുത്തൊരു സർക്കിൾ വരയ്ക്കുകയാണ്, 24 മണിക്കൂർ ചേരുകയാണെങ്കിൽ അതിനെ നമ്മൾ ഒരു ദിവസം എന്ന് വിളിക്കും. 7 ദിവസം അടുത്തൊരു സർക്കിൾ വരയ്ക്കുകയാണെങ്കിൽ അതാണ് ഒരാഴ്ച. 4 ആഴ്ച ചേർന്നൊരു സർക്കിൾ വരയ്ക്കുകയാണെങ്കിൽ അതാണ് ഒരു മാസം. 12 മാസം ചേർന്ന് ഒരു വലിയ സർക്കിൾ വരയ്ക്കുകയാണെങ്കിൽ അതാണ് ഒരു വർഷം. 10 വർഷത്തിനെ നമ്മൾ വലിയൊരു സർക്കിളാക്കി വരയ്ക്കുകയാണെങ്കിൽ, കാരണം 10 വർഷം ആവർത്തിച്ച് വന്നുകൊണ്ടിരിക്കുകയാണല്ലോ. അപ്പോൾ ഒരു 10 വർഷം ചേർത്തൊരു സർക്കിൾ വരയ്ക്കുകയാണെങ്കിൽ അതാണ് പതിറ്റാണ്ട്. 100 വർഷം ചേർത്ത് ഒരു സർക്കിൾ വരയ്ക്കുകയാണെങ്കിൽ അതിനും നമ്മളൊരു പേര് കൊടുക്കും. അതിൻ്റെ പേരാണ് ഒരു നൂറ്റാണ്ട്. ഇത് 1000 വർഷമായി കഴിഞ്ഞാൽ നമ്മളതിനെ വലിയൊരു സർക്കിൾ വരയ്ക്കാം, അതാണ് ഒരു സഹസ്രാബ്ദം. 1250 വർഷമായി കഴിഞ്ഞാൽ അതിനെ ഒരു യുഗമെന്ന് വിളിക്കാം. അങ്ങനെ 4 യുഗങ്ങൾ ഒന്നിച്ച് കറങ്ങുമ്പോൾ അതാണ് ഒരു കൽപ്പം എന്ന പേരിൽ അറിയപ്പെടുന്നത്. അപ്പം ചതുർയുഗങ്ങളിലായി കറങ്ങിക്കൊണ്ടിരിക്കുന്നൊരു ബൃഹത്തായ സർക്കിളാണ് ഈ പ്രപഞ്ചം എന്ന് പറയുന്നത്. ഇതിൽ സമയത്തിൻ്റെ നമ്മളറിയുന്ന കൊച്ചു കൊച്ചു ഘടകങ്ങളൊക്കെ തന്നെ ആവർത്തനാണ്. അപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും, നമുക്ക് മനസ്സിലാക്കാതിരുന്ന, ഇതുവരെ നമ്മളറിയാത്ത ആ ബൃഹത്തായ സമയവും അതും എന്ത് തന്നെയായിരിക്കും, ഒരു ആവർത്തനം തന്നെയായിരിക്കും. അപ്പോൾ ഈ ചിത്രത്തിൽ നിങ്ങൾ നോക്കിയാൽ നിങ്ങൾക്ക് കാണാം, 4 യുഗങ്ങൾ കറങ്ങിക്കൊണ്ടിരിക്കുന്ന വലിയ ഒരു ചിത്രമാണ്, ഒരു ചക്രത്തിൻ്റെ ചിത്രം, സൃഷ്ടിചക്രം എന്ന പേരിൽ ഇത് കാണിച്ചിരിക്കുന്നത്. സത്യയുഗം, ത്രേതായുഗം, ദ്വാപരയുഗം, കലിയുഗം, ഇങ്ങനെ 4 യുഗങ്ങളിലൂടെ ഈ സൃഷ്ടി ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഇതിൽ ആദ്യമായിട്ട് പരന്താമത്തിൽ നിന്ന് പരിശുദ്ധമായ ആത്മാക്കൾ പ്രപഞ്ചത്തിലേക്ക് ഇറങ്ങി വരുന്ന സമയം ഈ പ്രകൃതി ഏറ്റവും പരിശുദ്ധമായ സമയമായിരിക്കും. അപ്പം പ്രകൃതിയുടെ പരിശുദ്ധ സമയം, ഏറ്റവും പരിശുദ്ധമായ സമയത്തെ പറയുന്നത് സദോപ്രധാന സമയം എന്നാണ്. സദോപ്രധാനം എന്ന് വെച്ചാൽ അതിൻ്റെ അർത്ഥം ഏറ്റവും പവിത്രമായിരിക്കുന്ന സമയം. അപ്പോൾ പ്രകൃതി എത്ര പവിത്രമാണോ അത്രയ്ക്ക് പവിത്രമായ ആത്മാക്കളാണ് പരന്താമത്തിൽ നിന്ന് ഈ പ്രപഞ്ചത്തിലേക്ക് ഇറങ്ങി വരുന്നത്. അങ്ങനെ സദോപ്രധാന ആത്മാക്കൾ, അവരുടെ ഉള്ളിൽ എല്ലാ ഗുണങ്ങളും നിറഞ്ഞിരിക്കും. അവരെ പറയുന്നത് തന്നെ സർവഗുണസമ്പന്നർ, സമ്പൂർണ്ണ നിർവികാരി, അഹിംസ, പരമോധർമ്മ, മര്യാദ, പുരുഷോത്തമന്മാരായിരിക്കുന്ന ആ ദിവ്യാത്മാക്കൾ, ദിവ്യഗുണങ്ങൾ കർമ്മത്തിലേക്ക് പ്രകടമായിക്കൊണ്ടിരിക്കുന്ന ആ ശ്രേഷ്ഠാത്മാക്കൾ, ദേവന്മാരായ ആത്മാക്കൾ ഈ പ്രപഞ്ചത്തിലേക്ക് ഇറങ്ങി വരും. അന്ന് ലോകം മുഴുവൻ തന്നെ അതേപോലെ ശ്രേഷ്ഠാണ്. അതുകൊണ്ട് അന്ന് ലോകത്തിനെ പറഞ്ഞിരുന്നത് ഭാരതം എന്നാണ്. ഭ എന്ന് വെച്ചാൽ സംസ്കൃത ശബ്ദമാണ്, പ്രകാശം എന്നർത്ഥം. രത്ത് എന്ന് വെച്ചാൽ നാട് എന്നർത്ഥം. പ്രകാശത്തിൽ പരിലസിക്കുന്ന ലോകം,
അഥവാ ഈ സൃഷ്ടിയിൽ ജ്ഞാനപ്രകാശത്തിൻ്റെ ആധാരത്തിൽ മനുഷ്യാത്മാക്കൾ ദിവ്യഗുണങ്ങളോടുകൂടി ദേവന്മാരായി ജീവിച്ചിരുന്ന കാലഘട്ടം. പറയാറുണ്ട്, ഈശ്വരൻ തൻ്റെ പ്രതിരൂപമായിക്കൊണ്ടാണ് മനുഷ്യന്മാർക്ക് ജന്മം നൽകിയിരിക്കുന്നത് എന്ന്. അതായത് ഈശ്വരൻ്റെ ഉള്ളിൽ എന്തെല്ലാം ഗുണങ്ങളുണ്ടോ ആ ഗുണങ്ങളെല്ലാം തന്നെ നിറഞ്ഞ രൂപത്തിലാണ് ആദ്യമായിട്ട് പ്രപഞ്ചത്തിലേക്ക് വരുമ്പോൾ ആത്മാക്കളിൽ എല്ലാ ഗുണങ്ങളും നിറഞ്ഞ രൂപത്തിലായിരിക്കും. സപ്തഗുണങ്ങളും നിറഞ്ഞിരുന്ന സതോപ്രധാന അവസ്ഥയിൽ സപ്തഗുണങ്ങൾക്ക് ആധാരമായി ജീവിക്കുന്ന ദേവാത്മാക്കളുടെ ലോകമാണ് സത്യുഗം എന്ന് പറയുന്നത്. അവിടെ 1250 വർഷ കാലഘട്ടത്തെ ജീവിതത്തിനു ശേഷം ആ ശ്രേഷ്ഠ ദേവാത്മാക്കൾ കുറച്ച് താഴേക്ക് വന്നു. അതാണ് ത്രേതായുഗം. ത്രേതായുഗത്തിൽ നമ്മുടെ ഗുണം അല്പം മങ്ങി. അവിടെ നമ്മൾ 100% ഉണ്ടായത് മാറി ഒരു 80% മാറി. അതുകൊണ്ട് ആ അവസ്ഥേനെ പറയാം സതോ സ്റ്റേജ് എന്നാണ്. അതായത് സത്യയുഗത്തിൽ സതോ പ്രധാനാണ് എങ്കിൽ ത്രേതായുഗത്തിൽ സതോ സ്റ്റേജാണ്. ആത്മാവിൻ്റെ ക്വാളിറ്റി അല്പം ആ പ്രകാശം ഒന്ന് മങ്ങി എന്ന് മാത്രം. അവിടെയും ആത്മാവിൽ എല്ലാ പൂർണ്ണ ഗുണങ്ങളുണ്ട്. ആത്മാ ഈ ശരീരം ഞാൻ ആത്മാവ് ഉപയോഗിക്കുന്നു എന്ന ഒരു അവയർനെസ്സോടുകൂടി ബോധത്തോടുകൂടി നമ്മൾ ജീവിച്ചിരുന്ന കാലഘട്ടം. അതുകൊണ്ട് അവിടെ ജീവിച്ചിരുന്ന ആത്മാക്കൾക്കൊന്നും തന്നെ മരണം എന്നൊരു സംഭവം വ്യത്യസ്തമായ ഒരു രീതിയിലാണ് സംഭവിച്ചിരുന്നത്. നമ്മളറിയാതെ മരണം വന്ന് കീഴടക്കുക അതവിടെ ഇല്ലായിരുന്നു. കാരണം ആത്മാവ് ശരീരം വിട്ടു പോകുന്ന പ്രക്രിയയാണല്ലോ മരണം. അവിടെ ഇച്ഛാമരണമായിരുന്നു. അതായത് സമയമാകുമ്പോൾ എനിക്ക് ഈ ശരീരം ഉപേക്ഷിക്കേണ്ട സമയമായി എന്നൊരു ബോധം അവിടെ ഉണ്ടാകും. അങ്ങനെ സ്വന്തം ഇച്ഛപ്രകാരം സ്വയം ശരീരം ഉപേക്ഷിച്ച് പോകുമായിരുന്നു. അതുകൊണ്ടാണ് ദേവന്മാരെ അമരന്മാർ എന്ന് പറയാൻ കാരണം. അമരൻ എന്ന് വെച്ചാൽ മരണമില്ലാത്തവൻ എന്നർത്ഥം. അതായത് സ്വന്തം ഇച്ഛപ്രകാരം ശരീരം ഉപയോഗിച്ചിരുന്ന ശ്രേഷ്ഠ ആത്മാക്കളായിരുന്നു സത്യയുഗി ത്രേതായുഗി കാലഘട്ടത്തിലുണ്ടായിരുന്നത്. അപ്പോൾ സത്യയുഗ ത്രേതായുഗ കാലഘട്ടത്തിൽ അവരുടെ സങ്കല്പശക്തി അത്രയും പവിത്രമായതുകൊണ്ട് അത്രയും ശ്രേഷ്ഠമായതുകൊണ്ട് അവരുടെ കപ്പാസിറ്റി എത്ര വലുതായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ സങ്കല്പത്തിലൂടെ മക്കൾക്ക് ജന്മം കൊടുക്കാൻ കഴിവുണ്ടായിരുന്ന യോഗസന്തതികൾക്ക് ജന്മം കൊടുത്തിരുന്ന ശ്രേഷ്ഠാത്മാക്കളായിരുന്നു ആ സൃഷ്ടിയിൽ. യോഗസന്തതികളായി ജനിച്ചിരുന്ന ദേവന്മാർക്കൊക്കെ തന്നെ ജരാനരകൾ വരില്ലായിരുന്നു. എല്ലാവരും സമ്പൂർണ്ണ സൗഭാഗ്യം അനുഭവിച്ചിരുന്ന ആത്മാക്കളായിരുന്നു. വാർദ്ധക്യമില്ലായിരുന്നു. അതുകൊണ്ടാണ് നമ്മൾ ദേവന്മാരെ കാണിക്കുമ്പോൾ നിത്യയൗവനത്തിലാണ് കാണിക്കുക. ആർക്കും മുഖം ചുളിഞ്ഞു തൊലി ചുളിഞ്ഞു അങ്ങനെയൊന്നും കാണിക്കില്ല. ആകെ ഒരേ ഒരു ദേവനെ മാത്രം വൃദ്ധനായി കാണിക്കുന്നത്, അത് ബ്രഹ്മാവിനെ മാത്രം. മറ്റെല്ലാ ദേവന്മാരും നിത്യയൗവനത്തിലാണ് കാണിക്കുന്നത്. കാരണം ദേവാത്മാക്കളായിരിക്കെ ഈ പ്രപഞ്ചത്തിൽ എല്ലാവരും സങ്കല്പശക്തി കൊണ്ട് മക്കൾക്ക് ജന്മം കൊടുത്തിരുന്ന യോഗസന്തതികൾ ഉണ്ടായിരുന്ന കാലഘട്ടമായിരുന്നു സത്യയുഗ ത്രേതായുഗം. ഈ ചതുർയുഗങ്ങളെ നമ്മൾ സത്യയുഗ ത്രേതായുഗ ദ്വാപരയുഗ കലിയുഗത്തിനെ സ്വർണ്ണയുഗം, വെള്ളിയുഗം, ചെമ്പ് യുഗം, ഇരുമ്പ് യുഗം എന്ന പേരിലും കൂടി വർണ്ണിക്കും. അതായത് എന്തുകൊണ്ടാണ് സത്യയുഗത്തിന് സ്വർണ്ണയുഗം എന്ന് പറയാൻ കാരണം, ആ ലോഹങ്ങളിൽ വെച്ച് സ്വർണ്ണമാകുന്ന ലോഹത്തിനാണ് ബാഹ്യപ്രപഞ്ചത്തിൻ്റെ പ്രഭാവമേൽക്കാത്ത ലോകം. സപ്പോസ് നമ്മളൊരു സ്വർണത്തിൻ്റെ പാത്രവും ഒരു വെള്ളിയുടെ പാത്രം, ഒരു ചെമ്പിൻ്റെ പാത്രം, ഒരു ഇരുമ്പിൻ്റെ പാത്രം ഉണ്ടാക്കി ഒരു അലമാരയിൽ വെച്ച് 10-30 വർഷ കാലഘട്ടം അല്ലെങ്കിൽ കുറച്ചധിക കാലഘട്ടം അതിനെ പൂട്ടി വെച്ചു എന്ന് വിചാരിക്കാം. അതിനുശേഷം അത് തുറന്നു നോക്കുമ്പോൾ ഇരുമ്പ് എന്ന പാത്രം ചിലപ്പോൾ അത് തുരുമ്പിച്ച് പൊടിഞ്ഞ് കിടക്കുന്നുണ്ടാവും. മറിച്ച് ചെമ്പ് പാത്രമാണെങ്കിൽ ക്ലാവ് പിടിച്ചാകെ അവിടെ ഓട്ടയൊക്കെ ആയിട്ടുണ്ടാവും. വെള്ളി പാത്രമാണെങ്കിൽ കറുത്ത് വൃത്തികേടായി, എന്നാലും കുഴപ്പമില്ല, നന്നായി ഉരച്ച് കഴുകിയാൽ അതിൻ്റേതായ പ്രോസസ്സിലൂടെ കഴുകിയാൽ കുറച്ച് ക്ലീനായി കിട്ടും. സ്വർണ്ണപാത്രമാണെങ്കിൽ പൊടി തട്ടിയെടുത്താൽ മതി, അത് അതേപടി തന്നെ ഉണ്ടാവും. ബാഹ്യപ്രപഞ്ചത്തിൻ്റെ പ്രഭാവം ഒട്ടും ഏൽക്കില്ല. അപ്പോൾ സത്യയുഗത്തിലിരിക്കുന്ന ആത്മാക്കൾ ബാഹ്യപ്രപഞ്ചത്തിൻ്റെ പ്രഭാവം ഏൽക്കാതെ അവരുടെ സങ്കല്പശക്തിയുടെ പ്രകമ്പനം കൊണ്ട് ഈ പ്രകൃതി പോലും അവർക്ക് സേവനമനുഷ്ഠിച്ചിരുന്ന പുണ്യാത്മാക്കളായിരുന്നു. അതുകൊണ്ടാണ് സത്യയുഗത്തിന് സ്വർണിമയുഗം എന്നുകൂടി അറിയപ്പെടും. ത്രേതായുഗത്തിന് വെള്ളിയുഗം എന്നാണ് പറയുക. ക്വാളിറ്റി അല്പം കുറഞ്ഞു എന്ന് മാത്രം. അപ്പോൾ സത്യയുഗ ത്രേതായുഗം നിറഞ്ഞ കാലഘട്ടം ഇതിനെയാണ് സൃഷ്ടിയിൽ സ്വർഗമെന്ന്, ഹെവൻ, ജന്നത്ത്, ഏദേൻ തോട്ടം, വൈകുണ്ഠം എന്നൊക്കെ അള്ളാഹുവിൻ്റെ പൂന്തോട്ടം എന്നെല്ലാം വ്യത്യസ്തമായ പേരുകളിൽ അറിയപ്പെടുന്നത്. ഈ കാലഘട്ടം പ്രപഞ്ചത്തിലെ എല്ലാ ആത്മാക്കളും ദേവന്മാരായിരുന്നു. ആത്മബോധത്തോടു കൂടി ജീവിച്ചിരുന്ന ആ ദേവാത്മാക്കൾ ശരീരം ഉപയോഗിച്ചിരുന്നെങ്കിൽ പോലും ശരീരം എൻ്റെയാണ് എന്ന വിചാരമേ ഉണ്ടായിരുന്നുള്ളൂ. ഞാൻ ശരീരമാണ് എന്നൊരു വിചാരം അവരുടെ ഉള്ളിലുണ്ടായിരുന്നില്ല. പക്ഷേ 2500 വർഷ കാലഘട്ടം നിരന്തരം ശരീരം ഉപയോഗിച്ചതിൻ്റെ ഫലമായി
ശരീരം എന്ന തോട്ട് അവരുടെ സങ്കല്പധാരയിൽ വന്നിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ദ്വാപരയുഗം ആയപ്പോഴേക്കും ഞാൻ ഈ ശരീരമാണ് എന്നൊരു വിചാരം അവരുടെ ഉള്ളിലേക്ക് വന്നു. അതുവരെ ഞാൻ ആത്മാവാണെന്ന് കൃത്യമായ അറിവുണ്ടായിരുന്നു. ദ്വാപരയുഗത്തിൽ ശരീരമാണ് എന്നൊരു വിചാരം വന്നു, കോൺഫ്ലിക്റ്റ് ആരംഭിച്ചു. അതുകൊണ്ടാണ് ആ യുഗത്തിന് ദ്വാപരയുഗം, ദ്വൈതം, രണ്ട് എന്ന വിചാരം വന്നു. ശരീരമാണോ ആത്മാവാണെന്നൊരു കോൺഫ്ലിക്റ്റായി ആ യുഗത്തിന് ദ്വാപരയുഗം എന്ന് പറയുന്നു. ഏത് സമയത്താണോ ഈ ശരീരമാണ് എന്ന പ്രകൃതിക്ക് അധികാരിയായിരുന്നു നമുക്ക്, ഞാൻ ഈ പ്രകൃതിയാണ് എന്നുള്ളൊരു വിചാരത്തിലേക്ക് വരുന്നത്, പ്രകൃതിയിലേക്ക് ആകർഷിക്കപ്പെടുന്നത്, ആ സമയത്ത് എല്ലാ ആത്മാക്കളുടെയും ഗുണങ്ങൾ നഷ്ടപ്പെടും. അവർക്ക് ഈ പ്രകൃതി അവരെ കീഴടക്കുന്നൊരു സമയം വരും. ആ സമയത്താണ് ഭൂമി വിറകൊണ്ട് ഇന്ന് പറയുന്ന രീതിയിലുള്ള പല ഭൂഖണ്ഡങ്ങളായി പിരിയപ്പെടുന്നത്. അന്ന് സത്യയുഗ-ത്രേതായുഗത്തിൽ ദേവാത്മാക്കൾ അനുഭവിച്ചിരുന്ന അവരുടെ സുഖങ്ങളും അവരുടെ ധനങ്ങളും വജ്രവൈഡൂര്യങ്ങളും എല്ലാം ഛിന്ന ഭിന്നമായി ഭൂമിയുടെ അടിയിലേക്കും അതുപോലെ സമുദ്രത്തിൻ്റെ അടിയിലേക്കും പോയി അല്പം മാത്രമാണ് പിന്നീടുള്ള കാലഘട്ടത്തിലേക്ക് ലഭിക്കുന്നത്. അതോടുകൂടി അവരുടെ ഗുണങ്ങൾ കുറഞ്ഞു. റിസൾട്ട് വീണ്ടും അവരിൽ ആ ഗുണങ്ങൾ നിറയ്ക്കാൻ വേണ്ടി പല പല ധർമ്മപിതാക്കന്മാരുടെ ആഗമനായി. ദ്വാപരയുഗം ഇന്നേക്ക് 2500 വർഷം മുന്നേ ഇബ്രാഹിം വന്നു, ഇസ്ലാം ധർമ്മം സ്ഥാപിക്കപ്പെട്ടു. എബ്രഹാം വന്ന് സ്നേഹിക്കാനും പൂജിക്കാനും പഠിപ്പിക്കാൻ ശ്രമിച്ചു. അപ്പോൾ അന്നുണ്ടായിരുന്ന ആ ആളുകളിൽ നിന്ന് കുറച്ചു പേരെ തത്വങ്ങളെ സ്വീകരിച്ചു. 2200 വർഷം മുന്നേ ശ്രീബുദ്ധൻ വന്നു, ബുദ്ധൻ്റെ തത്വങ്ങളെ കുറേ പേര് സ്വീകരിച്ചു. അതിലൂടെ ബുദ്ധധർമ്മം വന്നു. കുറച്ചുകൂടി കഴിഞ്ഞു, 2000 വർഷം കഴിഞ്ഞപ്പോൾ യേശു ക്രിസ്തു വന്നു, അതിലൂടെ ക്രിസ്തുധർമ്മം രൂപീകരിക്കപ്പെട്ടു. 1500 വർഷം മുന്നേ ശങ്കരാചാര്യൻ വന്നു, അതിലൂടെ സന്യാസധർമ്മം രൂപീകരിക്കപ്പെട്ടു. 1400 വർഷം മുന്നേ മുഹമ്മദ് നബി വന്നു, അതിലൂടെ മുസ്ലിം ധർമ്മമായി മാറി. തട്ടടലും വാങ്ക് വിളിക്കലും 5 സമയം നിസ്കരിക്കലും ഒക്കെ തുടങ്ങിയത് 1400 വർഷം മുന്നാണ്. ഇങ്ങനെ ആ സൃഷ്ടിയുടെ സന്ധ്യാസമയമായിരിക്കുന്ന ദ്വാപരയുഗത്തിൽ പല പല ധർമാത്മാക്കൾ വരെയും ഓരോരുത്തരുടെ തത്വങ്ങളും സ്വീകരിച്ച് ജീവിതത്തിൽ ശാന്തി നേടാൻ വേണ്ടി മാനവരാശിയിൽ നിന്ന് കുറേ സഹോദരന്മാർ പോവുകയും അങ്ങനെ പലതായി തിരിഞ്ഞു. അവസാനം ഇന്ന് നമ്മൾ എത്തിയിരിക്കുന്നത് എവിടെയാണ്? കലിയുഗത്തിലാണ്. അപ്പോൾ 4 യുഗങ്ങളിൽ ഏറ്റവും ഭ്രഷ്ടായ അവസ്ഥയിലേക്ക് സൃഷ്ടി ഗുണങ്ങൾ നഷ്ടപ്പെട്ട അവസ്ഥയിലേക്ക് വന്ന യുഗമാണ് കലിയുഗം എന്ന് പറയുന്നത്. അതാണ് ഇന്നിരിക്കുന്ന യുഗം. നമ്മളെല്ലാവരും പറയും കാലം കലിയുഗല്ലേ. അപ്പോൾ ഈ കാലം കലിയുഗമായി തീരാണ്ടായ കാരണം എന്തുകൊണ്ടാണ്? കലി എന്ന് വെച്ചാൽ കറുപ്പ് എന്ന് വെച്ചാൽ തമോ പ്രധാനം, അറിവില്ലായ്മയിൽ ജീവിക്കുന്ന മനുഷ്യർ, അഥവാ താൻ എന്താണ് ചെയ്യുന്നതെന്നോ ഈ കർമ്മം തനിക്കും മറ്റുള്ളവർക്കും എത്രത്തോളം ദോഷകരമായിരിക്കുമെന്നോ അറിവുപോലുമില്ലാതെ ജീവിക്കുന്ന കാലഘട്ടം, അതാണ് കലികാലം. ഈ കലികാലവും 4 യുഗങ്ങളും കഴിഞ്ഞ് കലികാലത്തിലെത്തിയിരിക്കുന്നു നമ്മൾ. കലികാലം കഴിഞ്ഞാൽ ഇനി വരേണ്ട യുഗം അതാണ്, സത്യയുഗമാണ് കറക്കനുസരിച്ച്. അപ്പോൾ ഈ കലികാലത്തിൽ നമ്മൾ സത്യത്തിന് പോയി കഴിഞ്ഞാൽ സത്യത്തിൻ്റെ അവസ്ഥ എന്താവും? അപ്പോൾ ഇടയിൽ എന്തെങ്കിലും മഹാത്ഭുതം നടക്കുമോ? ഇതിനെക്കുറിച്ച് നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. ഓം ശാന്തി. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായി എങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നതിനായി മൊബൈൽ സ്ക്രീനിൽ യൂട്യൂബ് എന്ന ആപ്ലിക്കേഷൻ തുറന്ന് മുകളിൽ സെർച്ച് ബാറിൽ BK സ്പേസ് ഷീജ എന്ന് ടൈപ്പ് ചെയ്യണം. തുടർന്ന് സബ്സ്ക്രൈബ് എന്ന ചുവന്ന നിറത്തിലുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യണം. അപ്പോൾ വലതുവശത്ത് പ്രത്യക്ഷപ്പെടുന്ന ബെൽ ഐക്കൺ കൂടി ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്. അതിലൂടെ വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന അതേ സമയം നോട്ടിഫിക്കേഷൻ മൊബൈലിൽ ലഭിക്കാനും വീഡിയോ കാണാനും സാധിക്കുന്നതാണ്. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത ഓരോരുത്തർക്കും നന്ദി.